ഞങ്ങളുടെ പോലീസിൻ്റെ ഭാഷ എന്ന് പറയുമ്പം ജനങ്ങൾ പൊതുവെ ചിരിക്കും. കാരണം പോലീസുകാർ ഒരുപാട് തെറി പറയുന്നവരാണെന്നുള്ളൊരു വിവക്ഷയുണ്ട്. ഇപ്പോൾ അദ്ദേഹം ചോദിച്ചത് ആ ഭാഷയെക്കുറിച്ചല്ല, ഞങ്ങളുടെ എഴുത്ത് ഭാഷ, ഞങ്ങളുടെ ലിഖിതങ്ങൾ എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പം പലപ്പോഴും ഞാൻ ASP ട്രെയിനി ആയിട്ട് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ജോലി എടുക്കുമ്പോൾ ഞാൻ ആദ്യം കണ്ട ഒരു കാര്യം, ആദ്യമായിട്ട് ഞാൻ മഹസർ എഴുതാൻ പോകണം. അപ്പം നമ്മൾ ഈ മഹസർ എഴുതുന്നതിനൊക്കെ ഒരു പ്രത്യേക ഭാഷ ഞങ്ങൾക്ക് പോലീസുകാർക്കുണ്ട്. ആദ്യം നമ്മൾ ദിക്ക് വർണ്ണിക്കും. ഏതാ നമ്മൾ ഈ മേക്കെന്നൊക്കെ തന്നെയാണ് പറയുന്നത്. അതെ 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 അതെ, സംശയമൊന്നുമില്ല. തെക്ക് നിന്ന് വടക്കോട്ട് കിടക്കുന്ന റോഡിൻ്റെ വടക്ക് വശം ചേർന്ന് കിടക്കുന്ന മണൽക്കൂനയിൽ നിന്ന് 10 അടി മാറി കിടക്കുന്ന ഇങ്ങനെയൊരു പ്രത്യേക തരത്തിലുള്ള ഭാഷയാണ്. ഈ ഭാഷയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ സ്റ്റോപ്പ് ഇല്ല ഈ ഭാഷയ്ക്ക്. അതായത് ഞാൻ ആദ്യമായിട്ട് മാസ്റ്റർ എഴുതാൻ പോയപ്പം മറ്റൊരാളെ മരിച്ചിട്ടില്ല, വെട്ടുകൊണ്ട് അയാളെ ആശുപത്രി കൊണ്ടുപോയിരിക്കുന്നു. അപ്പം ഞാൻ അവിടെ ചെന്ന് നിന്നിട്ട് വളരെ സിമ്പിളായിട്ട് ഞാൻ എന്ത് വെച്ചാൽ ഒരു ദൃശ്യം വരച്ചു. എനിക്ക് തോന്നിയ രീതിയിൽ അതിനെ ഒരു കാരിക്കേച്ചർ പോലെ വരച്ചു. ഈ ആൾ വീണത് ഇവിടെ ഒരു മണൽക്കൂന, അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് സൗത്ത് എന്ന് പറഞ്ഞിട്ട് ദിക്കുകൾ വെറുതെ ഇങ്ങനെ വരച്ചടയാളപ്പെടുത്തി. എന്നിട്ട് അത് കൊണ്ടുവന്നിട്ട് എൻ്റെ റൈറ്ററായിരുന്ന ആൻ്റണി ഉണ്ടായിരുന്നു. ആൻ്റണി അദ്ദേഹത്തെ കാണിച്ചു പറഞ്ഞു, ആൻ്റണി ഇത് നല്ല ഇങ്ങനെയല്ലേ മാസ്റ്റർ എഴുതുന്നത്, ഇതെല്ലാം വ്യക്തമായില്ലേ, ഇത് കോടതി കൊടുത്തൂടെ എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം ഒരു IPS ഉദ്യോഗസ്ഥനെ ഖണ്ഡിക്കാനുള്ള ധൈര്യമില്ലാത്തൊരു നല്ല ഹെഡ് കോൺസ്റ്റബിളാണ്. അദ്ദേഹം പറഞ്ഞു, സാർ എഴുതിയതെല്ലാം ശരിയാണ് സാർ, പക്ഷേ ഇങ്ങനെയല്ല സാർ എഴുതേണ്ടത്. ഞാൻ ചോദിച്ചു, പിന്നെ എങ്ങനെ എഴുതണം ആൻ്റണി? അപ്പോൾ ആൻ്റണി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ തെക്ക് വടക്ക് നീണ്ടു കിടക്കുന്ന റോഡിൻ്റെ പടിഞ്ഞാറ് വശം ചേർന്ന് കിടക്കുന്ന മണൽക്കൂരയിൽ നിന്ന് 5 അടി മാറി നിൽക്കുന്ന പോസ്റ്റിൽ നിന്ന് കേവലം 15 അടി മാറിയിട്ടുള്ള വീട്ടിൽ താമസിക്കുന്ന ചാക്കോ എന്ന് പറയുന്ന തോമസിൻ്റെ മകൻ രാവിലെ ഇത്ര മണിക്ക് ഇങ്ങനെ എഴുതി 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 ഈ ഒരു പേജ് മുഴുവൻ ഒരു സെൻറ്റൻസാണ്, ഒറ്റ വാചകം. അപ്പം ഞാൻ ചോദിച്ചു, ആൻ്റണി ഇത് ഇങ്ങനെ എഴുതുമ്പോൾ ഇത് എഴുതുന്ന ഭാഷ മുഴുവൻ വായിച്ച് മനസ്സിലായി വരണമെങ്കിൽ ആദ്യം പറഞ്ഞതുമായിട്ടുള്ള ബന്ധം നമ്മൾ അവസാന വാചകത്തെ മറന്നു പോകുന്നില്ല ആൻ്റണി? ഒരു പേജ് മുഴുവൻ നിറഞ്ഞു നിൽക്കുകയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആൻ്റണി പറഞ്ഞു, സാറേ അതിന് കുഴപ്പമില്ല, അതിന് സാർ എന്ത് ചെയ്യണം എന്നറിയോ, ഈ ഭാഷ നോക്കിയിട്ട് സാർ ഒരു ചിത്രം വരച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ആൻ്റണി ഒരു ചിത്രം വരച്ചു. ആ ചിത്രവും ഞാൻ ആദ്യം വരച്ച ചിത്രവും ഒന്ന് തന്നെ, ഒരു വ്യത്യാസമില്ല. പക്ഷെ ആൻ്റണി പറയുന്നു, ഈ ഭാഷ കോടതിക്ക് പറ്റില്ല സാറേ, ഞാൻ എഴുതുന്ന പോലെ സാറ് പഠിക്കണം. ഞാനത് പഠിച്ചു. ഇപ്പോഴും ഏറെക്കുറെയൊന്നും വ്യത്യാസം വന്നിട്ടില്ല. പക്ഷേ ഫ്യൂച്ചർ ക്രൈം എന്ന് പറഞ്ഞ ഫ്രാങ്ക് ഗുഡ്മാൻ എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയൊരു പുസ്തകമുണ്ട്, ഫ്യൂച്ചർ ക്രൈം. അത് ഈ 1984 കാലിഫോർണിയയിലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തിരുന്ന ഒരു ഉദ്യോഗസ്ഥരാണ്. അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഫ്യൂച്ചർ ക്രൈംസ് എന്ന് പറഞ്ഞാൽ സൈബർ ക്രൈംസിനെ കുറിച്ചാണ്. ഇപ്പോൾ ലോകത്താദ്യമായ സൈബർ മർഡർ നടന്നു കഴിഞ്ഞു. സൈബർ മർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ആരെയും കൈകൊണ്ട് തൊടാതെ, അതായത് വളരെ രസകരമാണ് ആ കഥ. ന്യൂയോർക്കിലെ മാൻഹട്ടനിലെ 2 അധോലോക സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പക. അതിലൊരു അധോലോക സംഘ നേതാവിനെ മറ്റേ സംഘ നേതാക്കൾക്ക് വധിക്കാൻ ഒരു വഴിയില്ല. നേരിട്ട് ഏറ്റുമുട്ടിയാൽ ഒരുപാട് ആൾനാശം ഇരുഭാഗത്തും ഉണ്ടാവും. അപ്പോൾ അവസാനം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന് സോഡിയം ശരീരത്തിൽ കൂടിയതുകൊണ്ട് വരുന്ന ചില രോഗങ്ങൾ, അതിൻ്റെ കൂട്ടത്തിൽ ഡയബറ്റിസ്, BP, ഷുഗർ എല്ലാം വന്നു. അതിന് അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇയാൾക്ക് ഒരു കാരണവശാലും സോഡിയം ചേരുവ കൂടുതലുള്ള മരുന്നുകൾ കൊടുക്കാൻ പാടില്ല. അപ്പോൾ അവിടുത്തെ രീതി എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിസ്റ്റത്തിൽ ഇത് അഡ്മിനിസ്റ്റർ ചെയ്യും. ഡോക്ടർ വന്നിട്ട് സിസ്റ്റത്തിനകത്ത് ഫീഡ് ചെയ്ത് വെച്ചിട്ട് നാളെ ഇദ്ദേഹത്തിന് കൊടുക്കേണ്ട മരുന്നുകൾ ഏതാണെന്നുള്ളത് സോഡിയം ഫ്രീ ആയിട്ടുള്ള മരുന്നുകളാണ് ഈ ഡോക്ടർ എഴുതി വെച്ചിട്ട് പോയിരിക്കുന്നത് സിസ്റ്റത്തിൽ. പിറ്റേന്ന് രാവിലെ വരുന്ന പാരാമെഡിക്കൽ സ്റ്റാഫ്, പാരാമെഡിക്കാണ് ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ഫാർമസി കൊടുക്കുന്നു, മരുന്ന് മുറിയിൽ എത്തിക്കുന്നു, രോഗി മരുന്ന് കഴിക്കുന്നു. ഇതാണ് അവിടുത്തെ രീതി. ഈ രീതി മനസ്സിലാക്കിയ എതിർ സംഘാംഗങ്ങൾ ഒരു ഇന്ത്യക്കാരനായ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറെ വീട്ടിൽ ചെന്ന് തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് ഈ സിസ്റ്റത്തിനകത്ത് ഹാക്ക് ചെയ്ത് കയറി ഈ സോഡിയം ഫ്രീ ആയിട്ടുള്ള മരുന്നുകൾക്ക് പകരം സോഡിയം ഹൈ ആയിട്ടുള്ള മരുന്നുകൾ അവിടെ റീപ്ലേസ് ചെയ്തു ഈ പാരാമെഡിക്കിൻ്റെ സിസ്റ്റത്തിലിട്ടു. ഇത് കൊടുക്കുന്നു. കേവലം ഒരു 2 മണിക്കൂറിനകത്ത് ഈ രോഗി മരണപ്പെടുന്നു. ദിസ് ഈസ് ദ ഫസ്റ്റ് റെക്കോർഡഡ് സൈബർ മർഡർ. അപ്പോൾ ഈ സൈബർ ക്രൈമിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, ഈ അദ്ദേഹം നേരത്തെ ചോദിച്ച മാതിരി വളരെ ടെക്നിക്കലാണ്. ഞങ്ങൾ പണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഞങ്ങൾ മാസ്റ്റർ എഴുതാനായിട്ട് കൃത്യസ്ഥല മാസ്റ്റർ, ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പലപ്പോഴും പറയാറില്ല. ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് എൻ്റെ സിസ്റ്റത്തിൽ നിന്ന് ഞാൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറിയിൽ നിന്ന് കുറേ ഡേറ്റ മോഷ്ടിക്കുകയാണ്. അപ്പം നമ്മൾ സാധാരണഗതിയിൽ മോഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഈ സാധനം നിങ്ങൾ എടുത്തുകൊണ്ട് പോയാൽ എൻ്റെ ഇതിൽ നഷ്ടം വരും. പക്ഷെ സൈബർ ലോകത്ത്
പൂർണ്ണമിതം എന്ന് പറഞ്ഞ പോലെയാണ്. അവിടുന്ന് നഷ്ടപ്പെട്ടാലും എനിക്ക് കിട്ടിയാലും അവിടുന്ന് നഷ്ടം വന്നിട്ടില്ല, അത് അവിടെ തന്നെയുണ്ട്. സീൻ ഓഫ് ക്രൈം എവിടെയാണെന്ന് ചോദിച്ചാൽ ഓക്സ്ഫോർഡ് ലൈബ്രറി ആണോ ഞാനിരുന്ന ഈ കനകക്കുന്ന് കൊട്ടാരമാണോ എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പം നമ്മുടെ പരമ്പരാഗതമായ അന്വേഷണ രീതികൾ, ടൈം ഓഫ് ക്രൈം ഇവിടുത്തെ ടൈം ആവില്ല, UK ടൈം. ഇപ്പം ഇങ്ങനെയുള്ള ഒരുപാട് അവസ്ഥാന്തരങ്ങൾ ടെക്നോളജി ഡെവലപ്മെൻറ്റ് കൊണ്ട്. അപ്പം ഞങ്ങൾക്കാണെങ്കിൽ മഹസർ എഴുതാണ്ട് അന്വേഷണം ഞങ്ങൾ പഠിച്ചിട്ടില്ല. ഞങ്ങളൊക്കെ ജനിച്ചപ്പോൾ തൊട്ട് കേസ് അന്വേഷിക്കുമ്പോൾ കൃത്യസ്ഥല മഹസർ വേണം, സംഭവസ്ഥല മഹസർ വേണം. അപ്പോൾ ഇവിടെ എവിടെ പോകുന്ന ഉള്ള അങ്കലാപ്പിലാണ് നമ്മുടെ പോലീസുകാർ പലപ്പോഴും. എന്നാൽ ഇനി വരുന്ന ഈ ടെക്നോളജിക്കൽ ക്രൈംസ് മുഴുവൻ ഇങ്ങനെയുള്ള വലിയ വലിയ ചലഞ്ചസ് നമ്മളെ നേരെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വെല്ലുവിളിക്കനുസരിച്ച് നമ്മൾ മാറുന്നുണ്ടെങ്കിലും, ഭാഷ മാറുന്നുണ്ടെങ്കിലും, ഈ മാറ്റം ഈ ടെക്നോളജിയുടെ മാറ്റത്തിൻ്റെ ഗതിവേഗവുമായിട്ട് തുലനം ചെയ്യുമ്പോൾ തുലവും പുറകിലാണെന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷകൾ പഴയതാണ്. അതാകെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിലൂടെ എഴുതി അതേ ഭാഷ സമർപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ രീതി. മാറ്റം താമസിയാതെ വരും എന്നുള്ള പ്രതീക്ഷയിലാണ്.